ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ അസിയുബൈദ്. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ്. പള്ളിയിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുത്തുബ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഫ്രണ്ട്സുകൾ ഇവിടെ ഒന്ന് ജാഫറാണ് ബ്രോ. നമ്മളെ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അവൻ്റെ വൈഫ് പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് ഫുഡിനുണ്ട്, പിന്നെ മൊയ്തുക്ക ഒരു കാക്കുണ്ട്, അവരും ഒന്ന് ഫുഡിനുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മന്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അവർ ഫുഡ് കഴിക്കാൻ വന്നാലുള്ള വിശേഷങ്ങളൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇതാ ഇപ്പോൾ ജുമാ ഇപ്പോൾ തുടങ്ങും, കുത്തുബ കഴിഞ്ഞാൽ തുടങ്ങും. അപ്പോൾ അവർ പള്ളിയിൽ നിന്ന് വരും. അപ്പോൾ ഞാനൊക്കെ ഒന്ന് സെറ്റാക്കി ഫുഡ് മന്തിയാണ് ഉണ്ടാക്കുന്നത്. മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു ഗ്രീൻ ചട്നി, പിന്നെ ഒരു സലാഡ്, മയോണൈസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പോരും. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ കുറേ പേര് വന്നിട്ടുണ്ട്. പള്ളിയിൽ നിന്നുള്ള ഇത് കേൾക്കണം. അപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ എന്താ പോലെ ഞാൻ ബാക്കി തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പുതിയ ഫ്രണ്ട്സുകൾ കുറേ പേര് വന്നിട്ടുണ്ട്. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കുറേ ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഈ ഒരു അസിയുബൈദ് ദിലുമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടാണ്. അപ്പോൾ അതിലും കുറേ പേര് ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാഅല്ലാഹ്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ദുബായിൽ വന്നപ്പോൾ പിന്നെ ഫുള്ള് വീഡിയോ തന്നെയാണോ എന്ന്. ഞാൻ വീഡിയോ വല്ലപ്പോഴും വീഡിയോ എടുക്കണുള്ളൂ. ഞാൻ വന്നിട്ട് ഇന്നിപ്പോൾ 3ാമത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വേറൊരു ഫ്രണ്ടിൻ്റെ റൂമിൽ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മളെ റൂമിൽ കുറേ പേരൊന്നുമില്ല, നമ്മൾ 3ആളും പിന്നെ മൊയ്തുക്കയും ജാഫറും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം രാത്രി ഒന്ന് കൂടിയിരുന്നു ഇവിടെ. അത് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഫുഡൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കി വെക്കട്ടെ. അവർ വരുമ്പോഴത്തേനും നല്ല വിശന്നിട്ടാവുമല്ലോ വരും. അപ്പോൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കാൻ. പിന്നെ എല്ലാവരും കുറേ പേര് പറയുന്നുണ്ട് താത്താൻ്റെ കുപ്പികളൊക്കെ ഫാൻസ് ഉണ്ടായിരുന്നു. താങ്ക് യു. വള ഞാൻ പറഞ്ഞതല്ലോ മീഷോന്ന് വാങ്ങിയതാണ്. അത് ആ ഒരു കാർട്ടൂണോട് കൂടി അതിൽ തെർമോക്കോൾ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെ ഞാൻ പൊട്ടിച്ചെന്ന് വീട്ടിൽ നിന്ന് നോക്കിയതേ. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ്. കുറച്ചൊക്കെ പൊട്ടിപ്പോയി, എന്നാലും കുറേയൊക്കെ കിട്ടിയിരിക്കണം. ഒരു 4 പൊട്ടിയിരുന്നു. 3 പൊട്ടിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ മൈലാഞ്ചി ക്ലാസ്സിലൊക്കെ ചേർന്നിരിക്കുമ്പോൾ മൈലാഞ്ചി ഇടാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അത് കാണുന്നുണ്ടാവും, റോസൊക്കെ വരച്ചിട്ടുണ്ട്, ഫ്ലവറൊക്കെ വരച്ചിട്ടുണ്ട്. കുറേ ഷീറ്റിലാണ് പഠിക്കണത്. ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വരച്ചൊക്കെ പഠിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിചാരിച്ച പോലെ അല്ല. മൈലാഞ്ചിയൊക്കെ ഒരാളിട്ട് തരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഇതാണ്. നമ്മളിങ്ങനെ വരക്കാൻ എനിക്കൊന്നും തീരെ വരക്കാൻ അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ശരിയായിക്കോളും, ഇങ്ങനെയല്ലേ, ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ മത്തനും ചിരങ്ങൻ്റെ വള്ളിയൊക്കെ നല്ല പോലെ വലുതായിട്ടുണ്ട്. മത്ത ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ചിരങ്ങ ഉണ്ടായിട്ടില്ല. അതുപോലെ കുമ്പളം ഉണ്ടായിട്ടുണ്ട്. ഈ മത്തൻ്റെ വള്ളി കണ്ടില്ലേ, ഇത് ഒരു ചെറിയ തണ്ട് പോലെയല്ലേ ഉണ്ടാവുക. ഇത് എന്തോ നമ്മളെ ഈ കഴുങ്ങിൻ്റെ ഒക്കെ പാളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു വീതിയിലാണ് കേട്ടോ വരുന്നത്. എന്താണെന്ന് അറിയില്ല. എന്ന് ഞാൻ ഒക്കെ പറഞ്ഞിരുന്നു കട്ട് ചെയ്തിടണം എന്നൊക്കെ. അപ്പോൾ ഞാൻ നിറച്ച് കായയും പൂവും അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത് ആ ഒരു ഭാഗത്ത്. പിന്നെ കട്ട് ചെയ്തിടാനും നമ്മൾക്കൊരു മടിയുണ്ട്. അപ്പോൾ ഈ ഭാഗം ഇതിലൊരു ചെറിയൊരു കയ്പക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവിടെ 2-3 കയ്പക്ക അങ്ങനെ വലുതായി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ചെറുനാരങ്ങ മരം. ഇതിൽ നല്ല ഒരുപാട് ചെറുനാരങ്ങ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ സീസൺ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇങ്ങനെ പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കണ കട വലിയൊരു ആര്യവേപ്പ് മരമാണ്. അത് അപ്പുറത്തെ റൂമിലുള്ളവർ ഇതിലാണ് കേട്ടോ. അത് വലിയൊരു ആര്യവേപ്പ് മരം. പിന്നെ നമ്മളെ മുരിങ്ങമരമാണ് നിൽക്കുന്നത്. ഇതാണ് കുമ്പളം. അതിൽ കുമ്പളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുമ്പളത്തിനൊക്കെ ആ ഒരു സാധനം വന്ന് കുത്തുമല്ലോ, അത് അങ്ങനെ കുത്തിയിട്ടുണ്ട്. പിന്നെ കറിവേപ്പ് ഇതാ ഇപ്പോൾ നല്ല ഇങ്ങനെ തണുപ്പൊക്കെ ആയപ്പോൾ ഇലയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയുണ്ട്. എനിക്ക് ചെറുതായിട്ടൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ട്, തൊണ്ടയ്ക്ക് ഒരു കിച്ചൊക്കെ ഉണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ആവി കൊള്ളണം.
അങ്ങനെ മന്തിയൊക്കെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ ഇക്ക പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അംസയും ജാഫറും കൂടി വരുന്നുണ്ട്. അവർ വന്നതിന് ശേഷമാണ് പിന്നെ മൊയ്തുക്ക വന്നത്. മൊയ്തുക്ക പറയുമ്പോൾ നമ്മളൊരു പരക്കെ പോലെയാണ് കേട്ടോ നമുക്കിങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അത് അംസ വന്ന് ഡോറൊക്കെ തുറക്കുകയാണ്. അവൻ്റെ റൂം ആ ഒരു ഭാഗത്താണ്. ഇപ്പോൾ ജാഫറാണ് ഈ വരുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഈ വൈറലായിക്കണേ എൻ്റെ ആ വീഡിയോ ഒന്ന് ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനത് വീഡിയോ ഏതാ ചാനലും കൂടി അവനക്ക് അറിയില്ല. ഏതാ ചാനൽ നിങ്ങളുടെ ഐഡിയ ഏതാണ് എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ ഞാനൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറയാം, അവളും സബ്സ്ക്രൈബ് ചെയ്യും, ഞാനും ചെയ്യട്ടാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് നമ്മളെ ചാനൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അറിയില്ല കേട്ടോ. അറിയാതെ അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ ചോറൊക്കെ ഞാൻ മിക്സ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടേ അത് ഞാനൊരു വലിയ തട്ടുണ്ടല്ലോ അതിലങ്ങനെ ആക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അവർ പറഞ്ഞ് അങ്ങനെ വേണ്ട, ആ ഒരു പാത്രത്തോടു കൂടി അങ്ങനെ തന്നെ എടുക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ പ്ലേറ്റും എല്ലാം കൊണ്ടുവന്ന് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഗ്രീൻ ചട്നി ഉണ്ടാക്കിയിരുന്നു. പിന്നെ സലാഡ് മയോണൈസും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ പ്ലേറ്റൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതാ ഇനി വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ പിന്നെ ഇങ്ങനെ തന്നെ കേട്ടോ, ടേബിളൊക്കെ ഉണ്ടെങ്കിലും താഴെ ഇരുന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുള്ളൂ. അതൊരു രസം വേറെ തന്നെയാണ് അല്ലേ. വിളിച്ചിട്ട് വരാന്ന് ചോദിച്ചിട്ടാ ഫസ്റ്റിലത്തെ വിളിച്ചിട്ട് വരാൻ ചോദിച്ചില്ല. അൽഹംദുലില്ലാ സുഖം തന്നെ. സാധാരണ അങ്ങോട്ട് ഇടക്കിടക്ക് അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ വന്നത് ഇരിക്കുന്നതാണ് കേട്ടോ മൊയ്തുക്ക. പിന്നെ അവർ നാട്ടിൽ വടകര ആ ഭാഗത്ത് ഇടമാണ്. അവർ വൈഫൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അവരിപ്പോൾ നാട്ടിൽ പോയതാണ്. അപ്പോൾ അംസ അവരോട് പറയായിരുന്നു ഞാനവിടെ ഫോണ് സ്റ്റാൻഡിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ട്രൈപോഡിൽ. അപ്പോൾ പറയണത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണം. അപ്പോൾ മൊയ്തുക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് എന്താണ് വീഡിയോ എടുക്കണം യൂട്യൂബിൽ ഇടാനാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നേ. ഇവിടെ പൂച്ചൊന്നുമില്ല. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡ് വിളമ്പണമൊക്കെ പോലെ തന്നെ ഉണ്ട്. എല്ലാതും പാത്രങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനും എല്ലാത്തിനും എല്ലാവരും ഉണ്ടാവും സഹായത്തിന്. ഇപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ ഇവർ ആണുങ്ങൾ വേഗം കൈ കഴുകി അവിടെ പോയിരിക്കുക അങ്ങനെയല്ല. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ പിന്നെ എല്ലാത്തിനും എല്ലാവരും നല്ല ഹെൽപ്പായിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഒരു കാര്യം പറയണം, പുതിയ ഫ്രണ്ട്സുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും. താങ്ക് യു.